എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ നമ്മെ ഉണർത്തിയ വലിയവനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് നമ്മെ ഭദ്രമായി പരിപാലിച്ചുവല്ലോ. ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഉണരുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി നമുക്ക് സുപരിചിതമായൊരു വാക്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. 27-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭഭാഗം, യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. ഇതിൻ്റെ പരിഭാഷ ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ ടീച്ച് മീ യുവർ വേ ഓ ലോർഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവെ അവിടുത്തെ വഴി എന്നെ പഠിപ്പിക്കണമേ എന്നാണ്. ആ അർത്ഥം അല്പം കൂടെ ചിന്തനീയമായിട്ടുള്ളതാണ്. കർത്താവ് തൻ്റെ വഴികളെ നമുക്ക് കാണിച്ചു തരുന്നത് പോലെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത് അത്യന്തം ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ഈ പഠനമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതായ അറിവുകളാണല്ലോ പഠനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് വാസ്തവത്തിൽ നമ്മിലേക്ക് അറിവുകൾ നൽകിത്തരുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന അറിവുകൾ നമ്മുടെ മനസ്സിനെ അറിവിൻ്റെ അല്ലെങ്കിൽ പഠനത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. അനുഭവങ്ങളാണ് വാസ്തവത്തിൽ ഏറ്റവും നല്ല ഗുരുക്കന്മാർ. അതുകൊണ്ട് അറിവ് എന്ന് പറയുന്നത് അനുഭവവേദ്യമാകുമ്പോൾ അത് ഹൃദിസ്ഥമായി മാറുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതായൊരു വസ്തുതയാണ്. ഞാൻ ബേസിക്കലി ഒരു അധ്യാപകനാണ്. എൻ്റെ അധ്യാപന വൃത്തിയോട് ചേർന്ന് ഞാൻ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നു. കഴിഞ്ഞ 25-ൽ പരം വർഷങ്ങളായി ഞാൻ ഇന്ത്യയിൽ ഒരു അധ്യാപകനായി ജോലി ചെയ്തു. അതിനിടയിൽ ചില വർഷങ്ങൾ മാൾഡീവ്സിൽ അവിടെയുള്ള മിനിസ്ട്രി സ്കൂളിൽ സയൻസ് അധ്യാപകനായി ജോലി ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അമേരിക്കയിൽ ഹൈസ്കൂളിൽ സയൻസ് അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ അധ്യാപനത്തെ സംബന്ധിച്ചുള്ള വിവിധ സമീപനങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ 3 രാജ്യങ്ങളിലെയും കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെയാണ്. അതേസമയം സിലബസിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പഠിപ്പിക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ഓരോ പാഠഭാഗങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും ആവശ്യമായ സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അധ്യാപകൻ്റെ മുൻപിൽ. അതേപോലെ തന്നെ മാൾഡീവ്സിലാണെങ്കിലും കേംബ്രിഡ്ജ് സിലബസ് ആയതുകൊണ്ട് അവിടെയും നമുക്കതിനാവശ്യമായ ഓപ്ഷനുകളുണ്ട്. എന്നാൽ അമേരിക്കയിൽ അത് പ്രീ പ്ലാൻഡ് ആണ്. വ്യക്തമായും കൃത്യമായും അവിടെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. എന്തായിരുന്നാലും കുട്ടികൾക്ക് അറിവ് അനുഭവവേദ്യമായി തീരേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് അവർക്കത് ശരിയായ അവബോധം ഒരു പാഠഭാഗത്തെ സംബന്ധിച്ചുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ അതിൻ്റെ അനുഭവങ്ങൾ അതിനെ പലതും പഠിപ്പിക്കുകയാണ്. അത് കേൾക്കാൻ പഠിക്കുന്നു, കാണാൻ പഠിക്കുന്നു, തൊടാൻ പഠിക്കുന്നു, ചിരിക്കാൻ പഠിക്കുന്നു, സംസാരിക്കാൻ പഠിക്കുന്നു, പതുക്കെ എഴുന്നേൽക്കാനായിട്ട് പഠിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അനുഭവങ്ങളിലൂടെ അത് പഠിക്കുകയാണ്. പല പരാജയങ്ങളുടെ അനുഭവമാണ് അതിനെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഉദാഹരണമായി, എഴുന്നേറ്റ് നിൽക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ എത്രയോ തവണ അത് വീഴുന്ന അനുഭവം അതിനുണ്ടാകുന്നു. അതുകൊണ്ട് വീഴുന്നത് എപ്പോഴാണ് എന്നുള്ള അനുഭവം അതിനുണ്ടാകുമ്പോഴാണ് അതിനെ പരിഹരിച്ച് മുൻപോട്ട് വരുവാനും കൃത്യമായി എഴുന്നേറ്റ് നിൽക്കുവാനുമുള്ള അറിവ് അതിന് ലഭിക്കുന്നത്. അതുകൊണ്ട് അനുഭവങ്ങൾ നമ്മെ പലതും പഠിപ്പിക്കുന്നു എന്നുള്ളത് കൃത്യമായ ഒരു വസ്തുതയാണ്. നാം വായിച്ചതായ സങ്കീർത്തന ഭാഗത്ത് സങ്കീർത്തനകർത്താവ് എഴുതിയിരിക്കുകയാണ്, ടീച്ച് മീ യുവർ വേ ഓ ലോർഡ് എന്ന് പറയുമ്പോൾ കർത്താവേ അവിടുത്തെ വഴി എന്നെ പഠിപ്പിക്കണമേ എന്ന് നാം കർത്താവിനോട് ആവശ്യപ്പെടുന്നു. കർത്താവെ, അനുഭവങ്ങളിലൂടെ അവിടുന്ന് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഓരോ ദിവസവും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ വഴി എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുവാനായും നടക്കുവാനായും പഠിക്കുന്നതിനിടയിൽ പലപ്പോഴും അത് വീഴുന്നു. ആ വീഴ്ചയാണ് കൃത്യമായി നടക്കുന്നത് എങ്ങനെയെന്ന്
അതിനെ അനുഭവത്തിലൂടെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം താണു പോകാം, വീണു പോകാം. പലപ്പോഴും പലതും നമുക്ക് നിരാശാജനകമായി തീരാം. പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായെന്നിരിക്കാം. നാം തളർന്നു പോയെന്നിരിക്കാം, തകർച്ചയുടെ വക്കോളം എത്തിയെന്നിരിക്കാം. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നത് നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല എന്നാണ്. പഴയ ആളുകൾ ധാരാളം അനുഭവ സമ്പത്തുള്ളവരാണ്. ഇപ്പോഴത്തെ തലമുറയെ അപേക്ഷിച്ച് പഴയകാല അനുഭവങ്ങൾ പഴമക്കാർക്ക് വളരെയധികം അനുഭവ സമ്പത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പഴയ തലമുറയിലുള്ള ആളുകൾ സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും ആ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ ഇടപെടുന്നതും സംസാരിക്കുന്നതും. അവരുടെ വാക്കുകളിൽ പോലും അതിൻ്റെ പ്രത്യേകതകൾ കാണുവാൻ സാധിക്കും. എന്നാൽ ഇപ്പോഴത്തെ തലമുറ, ജെൻസി എന്നറിയപ്പെടുന്ന ഈ തലമുറയിൽ അങ്ങനെയുള്ള അനുഭവ സമ്പത്ത് കുറവാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ അവരുടെ ജീവിത രീതികളിലുണ്ട്. ക്രിസ്തീയ ജീവിതത്തിലും അനുഭവ സമ്പത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ തളർന്നു പോകാതെയും തകർന്നു പോകാതെയും നാം നേരെ നിൽക്കണമെങ്കിൽ ദൈവം നമ്മെ സഹായിച്ച പഴയകാല അനുഭവങ്ങളുടെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വസ്തുതയാണ്. നാം ഏതെങ്കിലും നിലയിൽ തളർന്നു പോകുവാനോ തകർന്നു പോകുവാനോ തുടങ്ങുമ്പോൾ പിന്തിരിഞ്ഞു നോക്കുക. കർത്താവ് നമ്മെ നയിച്ചു കൊണ്ടുവന്ന വഴികൾ എത്രമാത്രം അത്ഭുതാവഹമായിരുന്നു എന്നുള്ളത് കാണുവാൻ നമുക്ക് സാധിക്കണം. നാം ഹൈറേഞ്ചിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ മലമടക്കുകളുടെ ചില ഭാഗങ്ങളിൽ ചെന്ന് നിന്ന് നോക്കുമ്പോൾ നാം താഴ്വാരത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വന്ന പാതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രമാത്രം ദുർഘടമായ പാതയിലൂടെയാണ്, എത്രമാത്രം താഴെ നിന്നാണ് നാം ഉയരത്തിലേക്ക് കയറി വന്നത് എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ളതായ ചില സന്ദർഭങ്ങളിൽ നാം പിന്തിരിഞ്ഞ് നോക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രയോ അത്ഭുതകരമായി കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടുവന്നു. നാം പിന്നിട്ടതായ പാതകൾ എത്രയോ അത്ഭുതാവഹമായിരുന്നു. നാം തകർന്നു പോകേണ്ടുന്ന സ്ഥാനത്ത് കർത്താവ് അതിന് സമ്മതിക്കാതെ നാം നടക്കേണ്ടുന്നതായ വഴികൾ നമ്മെ കാണിച്ചു തന്ന് നമ്മെ ഇത്രത്തോളം വലിയവനായ ദൈവം കൂട്ടിക്കൊണ്ടുവന്നു. ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഇത് ഓർക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വഴി എന്നെ പഠിപ്പിക്കണമേ. ഇന്ന് ഞാൻ നടക്കേണ്ടുന്നതായ പാത എന്താണെന്നുള്ളത് എനിക്ക് കാണിച്ചു തരണമേ. നല്ല നല്ല അനുഭവങ്ങൾ എനിക്ക് തന്ന് ദൈവമേ അവിടുത്തേക്ക് നന്ദി പറയുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷപ്രദവും അനുഗ്രഹകരമായിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ അനുഗ്രഹത്തിനായി അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ ഭദ്രമായി പരിപാലിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം രാവിലെ ഉണരുവാനും തിരുസനിലേക്ക് അടുത്ത് വരുവാനും ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവേ, അവിടുത്തെ വഴി ഞങ്ങളെ കാണിച്ചു തരുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ അനുഭവങ്ങൾക്കായും ഞങ്ങൾ നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങൾ തകർന്നു പോകാവുന്ന സ്ഥാനത്ത്, പലപ്പോഴും ഞങ്ങളുടെ കാലുകൾ ഇടറിപ്പോകാവുന്ന സാഹചര്യങ്ങളിൽ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തിയ അനുഭവങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് സമ്മാനിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ അനുഭവങ്ങൾ ഞങ്ങളുടെ അനുഗ്രഹത്തിനാക്കി അവിടുന്ന് മാറ്റിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവേ, അനുഗ്രഹകരമായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച് ഞങ്ങളെ അവിടുത്തെ വഴികളിൽ നടത്തി പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ ഭാരങ്ങളാലോ പ്രയാസങ്ങളാലോ രോഗത്താലോ ബുദ്ധിമുട്ടുന്നവരെ അവിടുന്ന് സഹായിക്കണമേ. അവർക്ക് സൗഖ്യം നൽകണമേ കർത്താവ്. ഇന്നത്തെ ദിവസം എല്ലാവരും സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ധാരാളമായി നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.